ടെഹ്റാന് നേരെ ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ടെഹ്റാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടത്തുന്നത്. അതായത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇസ്രയേലും അമേരിക്കയും നടത്തുന്നത്. ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. മാത്രമല്ല കുവൈറ്റിൽ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. സൗദിയിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടുണ്ട്, പ്രിൻസ് സുൽത്താൻ എയർപോർട്ട്, അതിൻ്റെ സമീപത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ബഹ്റൈനിൽ, കുവൈറ്റിൽ, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ എല്ലായിടത്തും ഇറാൻ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ദിവസം കഴിയുന്തോറും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? അല്ല, അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇന്നലെ രാത്രി കൊണ്ട് ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞിരുന്നു അമേരിക്കയും ഒരുപക്ഷെ ഇസ്രായേലും. ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും അത്ര കുറഞ്ഞ കാര്യമല്ല. ഇറാനെ ഏതാണ്ട് എല്ലാ രീതിയിലും ഈ ടെഹ്റാൻ എന്ന് പറയുന്ന നഗരം ശരിക്കും കത്തുകയാണ്. എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഇറാൻ ചെറിയ രാജ്യമല്ല, അല്ലെങ്കിൽ ഇറാൻ ചെയ്യാൻ പറ്റുന്നത് വലിയ വലിപ്പത്തിലാണെന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ലോഞ്ചറുകൾ, അത് മിസൈൽ ലോഞ്ചറുകൾ, ഒരുപക്ഷെ ഡ്രോൺ ലോഞ്ചറുകൾ ഇസ്രായേലിൻ്റെ കണ്ണിൽ പെടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ AI സംവിധാനം ഉപയോഗിച്ച് നോട്ടിഫൈ ചെയ്തിരിക്കുന്നതുമായിട്ടുള്ള മൊത്തയിടത്തും ഈ പറഞ്ഞ ആക്രമണം ഒരു നിസ്സാരമായിട്ടുള്ളതല്ല. ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള ഇസ്രായേലും അതേതിനെക്കാട്ടി വലിയ ടെക്നോളജിയും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഒക്കെയുള്ള അമേരിക്കയെ പോലും വിചാരിച്ചിട്ട് ഇറാൻ ഓരോ ദിവസം കഴിയുന്നതോറും, നമ്മളില്ലേ പാമ്പിന് വാലയെ കൂടെ ജീവൻ വയ്ക്കത്തില്ലേ, അടിച്ചു കൊന്നിട്ട് കഴിഞ്ഞിട്ട് ജീവൻ വയ്ക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണം നമ്മളൊക്കെ, ഞാനും ബേഴ്സൺ മാഷും ഒക്കെ ഇരുന്ന് സംസാരിച്ചേക്കും, വല്ല വട്ടം പൊട്ടക്കണ്ണൻ അടിക്കുന്നവർ അടിക്കുക. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും ഇറാന് ആക്യുറസി കൂടുന്നു. അല്ലെങ്കിൽ ഇറാൻ, നമ്മൾ പറഞ്ഞില്ലേ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തകർക്കുന്നു. അതുപോലെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പം എണ്ണപ്പാടം കത്തിക്കും. അപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ കൊണ്ടെത്തിക്കുന്നതാണ് ഇസ്രായേൽ. അതേ തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം പറയുമ്പോൾ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായിട്ടുള്ള റഡാർ സംവിധാനം നിസ്സാരമല്ല. 5000 കിലോമീറ്റർ ചുറ്റളവുള്ള റഡാർ സംവിധാനം 1.1 ബില്യനാണ് അതിൻ്റെ വില. അമേരിക്കയുടെ തകർത്തു. ഈ കഴിഞ്ഞ ദിവസം ജോർദാനിൽ താഡ് സംവിധാനം തകർത്തിരിക്കുക ഈ രാത്രി തന്നെ. അതിനായിട്ട് 300 ദശലക്ഷമാണ്. അതുപോലെ തന്നെ അതായത് അമേരിക്ക ലോകത്തിൻ്റെ മുമ്പിൽ ഇളിഭ്യനാകുന്നു, അമേരിക്ക മോശമാകുന്നു, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഒക്കെ തകർന്നു. അവർ തകർക്കുന്ന പോലെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് പിന്നെ എന്ത് സുരക്ഷയാണ്? ഇപ്പം മിസൈൽ ചറപറാന്ന് വിട്ടുകൊണ്ടിരിക്കുക. ആവശ്യം പോലെ മിസൈലുകൾ അവരുടെ ഉണ്ട്, ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉള്ളതുണ്ട്. ഏറ്റവും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അവസാനം വന്നപ്പോൾ മാരകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ഉപയോഗിക്കുന്നത്. ഇത് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു മിസൈൽ വീഴാനുള്ള രാജ്യമേ ഉള്ളൂ പല ഗൾഫ് രാജ്യങ്ങളും. പീസമാഷിന് അറിയാമല്ലോ, നമ്മുടെ ഒരു താലൂക്കിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. അവിടേക്ക് ഇത് വീണ് കഴിഞ്ഞാൽ, അതായത് അടുക്കും തോറും യുദ്ധം മൂർച്ഛിക്കുന്നു, ഇറാൻ ഭീകരമാകുന്നു. അതായത് അമേരിക്ക ഭയക്കുന്നത് പോലെയും കുവൈറ്റ് ഭയക്കുന്നത് പോലെ അത്ര പെട്ടെന്ന് പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ തീർക്കാനോ കഴിയുന്ന ഒരു രീതിയിലേക്കല്ല പോകുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ സിനു പറഞ്ഞതുപോലെ ഇതുവരെ മിസൈൽ വീണിട്ടുള്ളത്, ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ആൾക്കാരുടെ അല്ലെങ്കിൽ മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു. കുവൈറ്റിൽ 2 സൈനികർ മരണപ്പെടുന്നു. ദുബായിൽ വ്യോമപാത കഴിഞ്ഞ ദിവസം അടച്ചു, വീണ്ടും അത് അടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അവിടെയും ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഈ യുദ്ധത്തിനകത്ത് കാഷ്വാലിറ്റീസ്, അതായത് യുദ്ധം UAE ഉൾപ്പെടെ ഉള്ളിടത്ത് സാധാരണക്കാരനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവന് തൊഴിലിടത്ത് പോകാനും അവന് സ്വൈര്യവിഹാരം നടത്താനും പറ്റാത്ത രീതിയിൽ യഥാർത്ഥ യുദ്ധത്തിൻ്റെ ലൈനിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആഗോള തലത്തിൽ ഇപ്പം പറയുന്നത് ശരിയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക്. കാരണം ഈ രാജ്യങ്ങളാണല്ലോ നമുക്ക് എണ്ണയും വാതകവും ഒക്കെ തന്നെ. നമ്മളെ തന്നെ ഊർജ്ജ പ്രതിസന്ധി, നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നമുക്ക് ഗ്യാസിൻ്റെ ദൗർബല്യം ഇവിടെ പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് തീരുമാനിച്ചു, ഉൽപ്പാദനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക്. അതിൻ്റെ കൂടെ ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം നെതന്യാഹു പറഞ്ഞിരിക്കുന്നു ഇറാന് സ്വാതന്ത്ര്യം അരികെ. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇനി അവസാന റൗണ്ടിൽ മരണവെപ്രാളത്തിൽ ഇറാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം എന്തോയിലുമൊക്കെ ചെയ്യുമോ?
ഇസ്രായേലിൻ്റെ അഭിപ്രായത്തിൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ്റെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് മാറ്റം വരും, അതിൻ്റെ അർത്ഥം ഭരണം മാറുമെന്നും റജീം ചേഞ്ച് ഉണ്ടാകുമെന്നും ഒക്കെയാണല്ലോ. അതേ രീതിയിലൊക്കെയുള്ള പ്രസ്താവനയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവരൊക്കെ പറയുന്ന പോലെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ തീരില്ല എന്നാണ് ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഇത് അമേരിക്കയുടെ യുക്രൈൻ പോലെയായി മാറാൻ സാധ്യത. യുക്രൈനെ കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം എത്ര വർഷമായി. അതേപോലെ ഇത് നിരന്തരമായി നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നീണ്ടുപോകാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കരുതുന്നത് ഈ ഖമേനി മരിച്ചതോടുകൂടി അവരുടെ ആത്മീയ നേതാവ് അടക്കം അതുപോലെ തന്നെ പല മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരൊക്കെ തകർന്ന് നാഥനിലെ കളരിയായിട്ട് മാറിയെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അതല്ല സ്ഥിതി ഇപ്പോൾ. കാരണം അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് അതിന് നിയന്ത്രണം ഏറ്റെടുക്കുകയും അവർ ശരിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെ പ്രതിരോധ സംവിധാനം തകർത്തു. പ്രശാന്ത് പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രതിരോധ സംവിധാനം അത് പൊളിച്ചു. ജോർദാനിലുള്ള പ്രതിരോധ സംവിധാനം തകർത്തു. ഈ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മിസൈൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൽ നിന്ന് തൊടുത്തു വിടുമ്പോൾ തന്നെ അതിൻ്റെ മുന്നറിയിപ്പ് കൃത്യമായിട്ട് ഖത്തറിൽ അറിയിക്കാനായിട്ടുള്ള സംവിധാനമാണ്. ആ റഡാർ സംവിധാനം സമ്പൂർണ്ണമായി തകർത്തവൻ. ജോർദാനിലും അത് തകർത്തവൻ. ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതിങ്ങനെ തകർത്ത് തരിപ്പണമായി കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ എവിടെയാണ് ഇടിച്ചേരണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഇറാനിൽ നിന്ന് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അത് വരുന്ന സമയത്ത് തന്നെ ആകാശത്ത് വെച്ച് അതിനെ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ തകർത്ത് കളയും. ആ പരിപാടിക്കാണ് ഈ റഡാർ സംവിധാനം പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് 2 തകർക്കാനായിട്ട് ഇറാന് കഴിഞ്ഞു. എങ്ങനെ ഇറാന് അതിന് കഴിഞ്ഞു എന്ന് വെച്ചാൽ, ഇറാൻ അതിനുള്ള പ്രിസിഷൻ ഉണ്ട്, കൃത്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇറാൻ അങ്ങനെ മോശമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇതൊക്കെ തകർക്കാനായിട്ട് ഇറാൻ യഥാർത്ഥത്തിൽ കഴിയുന്നത് ഒരുപാട് സാറ്റലൈറ്റുകൾ ആകാശത്ത് സഞ്ചരിക്കുന്നുണ്ട്. ചൈന കൃത്യമായിട്ട് ആ സാറ്റലൈറ്റുകൾ വെച്ച് വിവരം ഇറാന് ചോർത്തി കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അടിച്ച് തകർത്ത് കളയാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇറാൻ്റെ കൂടെ ചൈനയും റഷ്യയും സഹായിക്കുന്നുണ്ട്. അവരത്യാവശ്യത്തിന് ആയുധങ്ങളൊക്കെ കൊടുക്കും, അതുപോലെ മറ്റു പല സംവിധാനങ്ങളുടെയും സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യുദ്ധം അങ്ങനെ എളുപ്പത്തിൽ തീരും എന്നാരും കരുതേണ്ടതില്ല. ട്രംപോ ഇസ്രായേലോ കരുതുന്നത് പോലെ ഇറാനെ തീർക്കാനായിട്ട് പറ്റും എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. നെതന്യാഹു ഇതൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടക്ക് ചില മിസൈൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇറാനിൽ നിന്ന് പാഞ്ഞെന്ന് ഇസ്രായേലിന് പലയിടങ്ങളും ഇടിച്ചു പൊളിക്കും. ഇത് തുടരുകയാണ് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ US-ൻ്റെ, അമേരിക്കയുടെ ഒരു യുക്രൈൻ ആയി ഇറാൻ മാറിത്തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ആർക്കും ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റാത്ത യുദ്ധമായി അതിൻ്റെ കെടുതികൾ മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലയിടത്തും അമേരിക്കയുടെ സൈന്യ ബേസ് ഉണ്ട്. എന്തിനാണ് അമേരിക്കയുടെ സൈന്യ ബേസ് അവിടെ സ്ഥാപിച്ചത് എന്ന് നാം അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ സൈന്യ ബേസുകൾ കൊണ്ട് മാത്രമാണ് അവരുടെ സുരക്ഷിതത്വം തകർന്നിരിക്കുന്നത്, തരിപ്പണമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അല്ല, ഈ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് സേനയില്ല. ആ സ്വന്തമായിട്ട് സേന ഇല്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്ക കയറിയിട്ട് ഞങ്ങൾ സഹായിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടെ എല്ലാം ബേസ് ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, ഇറാൻ അമേരിക്കയുടെ ബേസിനെ ആക്രമിക്കുകയാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്ന മുഴുവൻ അവിടുത്തെ എണ്ണപ്പാടങ്ങളെയാണ്, അവിടുത്തെ സൈനികരെയാണ്, സാധാരണ ജനങ്ങളുള്ള സ്ഥലങ്ങളാണ്, എയർപോർട്ടിന് സമീപമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഈ അമേരിക്കൻ ബേസിനെ എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. അതവർക്ക് വലിയ അപകടമാണ്. ഇപ്പോൾ UAE പറഞ്ഞേക്കുന്നത്, നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉൾക്കടത്തുള്ളൊരു രാജ്യമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അവിടുത്തെ പരിക്കേറ്റ പ്രവാസികളെ ആശുപത്രിയിലൊക്കെ പോയി നേരിട്ട് കാണുകയും ചെയ്തു. അപ്പം ഞങ്ങളുടെ തിരിച്ചടി വളരെ വലുതായിരിക്കും എന്ന് പറയുന്നത്. കുവൈറ്റും സൗദിയും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ഇപ്പോൾ ജോർദാനിൽ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം, താഡ്,
ഏതാണ്ട് 2500 കോടി രൂപ വരെയുള്ളത് അത് ഇറാൻ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന ഡ്രോണുകൾ, അവരുടെ കയ്യിലിരിക്കുന്ന മിസൈലുകൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ആഘാതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക മറച്ചു വെച്ചിരിക്കുക. അതൊരു സത്യമാണ്. ഇപ്പോൾ 6 സൈനികരുടെ മൃതദേഹങ്ങൾ എയർപോർട്ടിൽ എത്തിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ അവിടെ എത്തി സല്യൂട്ട് ചെയ്ത് അതിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ ജനതയ്ക്കിടയിൽ അതൊരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കും. കാരണം അമേരിക്കൻ സൈനികർ മറ്റൊരു രാജ്യത്ത് പോയിട്ട് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്താ, ഞങ്ങൾ ഇറാനിയൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ട്രംപിൻ്റെ മറ്റൊരു നിലപാടെന്ന് പറയുന്നത് ഇറാന് പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാവണം. അതായത് നിലവിലുള്ള പെസഷ്കിയാൻ മാറിയിട്ട് പുതിയ ആൾ വരട്ടെ എന്നാണ് പറയുന്നത്. ഇവിടെ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന പരമോന്നത നേതാവ് മാറിയാലും പിന്നീട് വരാൻ പോകുന്ന മുസ്തഫ ഖമനേയി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ പിന്നെ അമേരിക്കയുടെ ലക്ഷ്യം നടക്കില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം നടക്കുന്നതുവരെ പോരാട്ടത്തിന് ഇറങ്ങുക അമേരിക്കയുടെ നീക്കമാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് അവരുടെ ആയുധ കലവറയിലെ ആയുധങ്ങളുടെ എണ്ണം കുറയുന്നു. നയതന്ത്ര ഈ യുദ്ധകാര്യ വിദഗ്ധരൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഇപ്പോൾ ആവശ്യത്തിന് ആയുധങ്ങളില്ല. ഈ താട് പോലെയുള്ള പ്രതിരോധ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇനി ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ആക്രമണം നടത്താൻ വേണ്ട ആയുധങ്ങളില്ല. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും കടക്കിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഇത്രയും കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമ്പോൾ ഈ എണ്ണ വിറ്റ് വീണ്ടും ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറാനെ സംബന്ധിച്ച് എല്ലാം മുടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ ശക്തമായ നിലപാടുമായിട്ട് അവർ ആക്രമണം തുടരുക തന്നെ ചെയ്യും. കാരണം അവർക്ക് ഇപ്പോൾ എവിടെ നിന്നൊക്കെ സഹായം കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും അദൃശ്യ കരങ്ങൾ ഇറാന് സഹായവുമായി എത്തുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് തന്നെ, ഇറാനെ എവിടെ നിന്നോ അദൃശ്യ ബലം, അദൃശ്യ ശക്തി ആവാഹിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് അദൃശ്യകരങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ശക്തി. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.